Considering the next topic is exceptions to the law of demand. Law of demand പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയാം. That is, other things remaining the same, the quantity demanded of a commodity varies inversely with the price. ഈ ഒരു ഫിനോമിനൻ എന്താണ് അത് കാണിക്കുക? പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. പക്ഷേ ഈ ഒരു ഫിനോമിൻ നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ നമുക്കത് കാണാൻ പറ്റുള്ളൂ. സം ഗുഡ്സ് ആർ ദേ വിച്ച് ഇസ് നോട്ട് നോർമൽ, അതായത് സാധാരണ ടൈപ്പ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല കാണിക്കുന്നത്. പ്രൈസ് കൂടുന്തോറും അതിൻ്റെ ഡിമാൻഡ് കുറയല്ല. ചില ഐറ്റംസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇറ്റ് ഡസ് നോട്ട് ഷോ സച്ച് ആൻ ഇഫക്റ്റ്. ഇതിനെ സ്റ്റഡി ചെയ്ത് അങ്ങനത്തെ കുറേ ഗുഡ്സ് ഉണ്ട്. അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ പറയുക, കുറേ ടൈപ്സ് ഉണ്ട്. ഗിഫൻസ് ഗുഡ്, വെബ്ലൻ ഗുഡ്സ്, പിന്നെ നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് ഉള്ള രണ്ട് ഗുഡ്സ് ഉണ്ട്. സ്നോബ് ഇഫക്റ്റ്, പിന്നെ സ്നോബ് ഇഫക്റ്റ് ആൻഡ് ബാൻഡ് വാഗൻ ഇഫക്റ്റ്. ഇതല്ലാതെ വേറെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് കാരണം ഈ സാധാരണ ഉള്ള ഡിമാൻഡ് ഉള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ചില ഗുഡ്സ് കാണിക്കില്ല. അപ്പോൾ അതെല്ലാം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗിഫൻ ആൻഡ് വെബ്ലൻ ഗുഡ്സ് ആർ എക്സെപ്ഷൻസ് ടു ദ ലോ ഓഫ് ഡിമാൻഡ്. ഗിഫനും വെബ്ലൻ ഗുഡും ഒരു എക്സെപ്ഷൻസ് ആണ്. അതായത് exactly opposite ആണ്. That is, as the price increases, the quantity demanded of that good increases. Okay, so ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോബർട്ട് ഗിഫൺ ആണ്. അപ്പോൾ ഗിഫൺ പറഞ്ഞത് എന്താ വെച്ചാൽ, ദീസ് ഗുഡ്സ് ആർ ഇൻഫീരിയർ ആയ കാരണം, ആ ഒരു ഇൻഫീരിയർ ടു ലക്ഷറി ഗുഡ്സ്, ഇൻഫീരിയർ ടു ഇൻ കമ്പാരിസൺ ടു ലക്ഷറി ഗുഡ്സ്. ഇൻഫീരിയർ പറഞ്ഞാൽ ഓഫ് എ ലോവർ ക്വാളിറ്റി അല്ലെങ്കിൽ ലോവർ സ്റ്റാർട്ട് ഓഫ് പീപ്പിൾ യൂസ് ചെയ്യുന്ന കാരണം, ഫോർ എക്സാമ്പിൾ അത് കാരണം ഇതിനെ ഇൻഫീരിയർ ഗുഡ്സ് പറയാം. The characteristics of this good is that as the price increases, the demand also increases. ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഐറിഷിൽ പൊട്ടേറ്റോ ഫാമൻ ആയപ്പോൾ അവിടെ അവരുടെ അത് സ്റ്റേപ്പിൾ ഫുഡായിരുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് പൊട്ടേറ്റോ, പീപ്പിൾ ഡിഡ് നോട്ട് സ്റ്റോപ്പ് purchasing it. They went on purchasing it and they reduced. ലക്ഷറി ഗുഡ്സ് കുറച്ചിട്ട് ആ സാധനം തന്നെ വാങ്ങിക്കൊണ്ടിരുന്നു. ബിക്കോസ് ആ ഡയറ്റ് അവർ അവരുടെ ഡയറ്റ് അതാണ്. അപ്പോൾ പൊട്ടേറ്റോ ആണ് അവരുടെ സ്റ്റേപ്പിൾ ഫുഡ്. അപ്പോൾ അത് അവർ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ദ ഇൻക്രീസ് ഇൻ പ്രൈസ്, അവരത് ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് ദേ ആർ ഡിമാൻഡിങ് ദാറ്റ് കമ്മോഡിറ്റി. ഓക്കെ, സോ ദിസ് ഇസ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മളുടെ കൺട്രിയിൽ പറയുമെങ്കിൽ ടാപ്പിയോക്ക, കപ്പ ഉള്ളത് നമ്മളെല്ലാവരും കഴിക്കുന്നതാണ്. അപ്പോൾ അത് പ്രൈസ് കൂടിയാലും നമ്മളത് യൂസ്ഡ് ആയ കാരണം നമ്മളത് വാങ്ങും. അപ്പോൾ നമ്മുടെ ഡയറ്റിൻ്റെ ഒരു മേജർ പോർഷൻ ആയ കാരണം നമ്മളത് വാങ്ങും. അപ്പോൾ അങ്ങനത്തെ ചില ഗുഡ്സ് ഉണ്ട്, വില കൂടിയാലും ചിലവരത് അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ പറയാം ഇൻഫീരിയർ. അപ്പോൾ ലക്ഷറി ഗുഡ്സ് നമ്മൾ വേണ്ട വെച്ചിട്ട് ഈ ഇൻഫീരിയർ ഗുഡ്സ് കൂടുതൽ വാങ്ങും. അതിനെയാണ് നമ്മൾ സർ റോബർട്ട് ഗിഫൺ പറഞ്ഞത് ഗിഫൻസ് ഗുഡ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് വെബ്ലൻ ഗുഡ്സ്. വെബ്ലൻ ഗുഡ്സ് പറഞ്ഞാൽ ചില ഗുഡ്സ് ഉണ്ട് കോൺസിപ്പിക്വസ് കൺസംഷൻ പറയും, ദാറ്റ് ഇസ് ടു ഇമിറ്റേറ്റ് അതേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഗുഡ്സിനെയാണ് പറയുന്നത്. തോർസ്റ്റൻ വെബ്ലൻ ഇൻട്രൊഡ്യൂസ് ദ ടേം വെബ്ലൻ ഗുഡ്സ്, ഓർ ഇറ്റ് ഇസ് കോൾഡ് ആസ് കോൺസിപ്പിക്വസ് കൺസംഷൻ. അക്കോർഡിംഗ് ടു ഹിം, ഹി സേസ് ദാറ്റ് certain goods become more valuable as the price increases. ചില സാധനങ്ങളുണ്ട് അതിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ, ഓക്കെ, അതിൻ്റെ പ്രൈസ് കൂടുകയാണെന്ന് വെച്ചാൽ അത് കൂടുതൽ വാല്യുബിൾ ആവും, അത് കിട്ടാൻ നമുക്ക് ആഗ്രഹം കൂടും. ഇത് ഗോൾഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വില കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും കുറച്ച് ഗോൾഡ് വാങ്ങി വെക്കായിരുന്നു, ബിക്കോസ് ഇൻ ഫ്യൂച്ചർ ഇറ്റ് വിൽ ഇൻക്രീസ് മോർ. സിമിലർലി ഡയമണ്ട്സ്. അപ്പോൾ ചില ഐറ്റംസ് which and whose price increases, we feel like purchasing more of it, even though that good does not have much of utility. Okay, so water diamond paradox നോക്കിക്കഴിഞ്ഞാൽ അതെന്താണെന്ന് നോക്കൂ. അപ്പോൾ അങ്ങനത്തെ ചില ഗുഡ്സ് ഉണ്ട്. അപ്പോൾ ആ ഗുഡ്സ് ഈവൻ ദോ they are not used for many things like gold and all, അത് നമ്മൾ വേറെ ഒരു കാര്യത്തിന് യൂസ് ചെയ്യില്ലെങ്കിലും അതിൻ്റെ വാല്യൂ കൂടിയാലും ആൾക്കാർ അത് വാങ്ങാൻ നോക്കും, ബിക്കോസ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഓസ്റ്റൻറ്റേഷൻ ഗുഡ്. അപ്പോൾ ഹെൻസ് ദാറ്റ് പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടും. അപ്പോഴും അവിടെ എന്താണ്, ഡയറക്റ്റ് റിലേഷനാണ് നമ്മൾ കാണുന്നത്. സോ എസ്പെഷ്യലി മെറ്റൽ, സ്റ്റോൺസ് എക്സെട്ര, റോൾസ് റോയ്സ് കാറ്, ലക്ഷറി കാർസ്, അതിൻ്റെ വില കൂടിയാലും അത് നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓസ്റ്റൻറ്റേഷൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ so even if the price of these goods increases, people go and demand such goods. Appa it shows a direct relation between price and demand of the commodity. So first we spoke about the Giffen's good.
സെക്കൻഡ് വെബ്ലൻ ഗുഡ്സ്. രണ്ടും ഡയറക്റ്റ് റിലേഷനാണ് കാണിക്കുന്നത്. ഗിഫൻ പറഞ്ഞത് ഇൻഫീരിയർ ഗുഡ്സ് കാരണം, വെബ്ലൻ പറഞ്ഞത് കോൺസിപ്പിക്കസ് കൺസംഷൻ കാരണം, മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യണ കാരണം, അല്ലെങ്കിൽ ഗോൾഡ് അങ്ങനത്തെ ഐറ്റംസിൻ്റെ വില കൂടിയാലും നമ്മളത് വാങ്ങാൻ നോക്കും ബിക്കോസ് ഓഫ് കോൺസിപ്പിക്കസ് കൺസംഷൻ. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് റോയൽസ് റോയ്സ് അല്ലെങ്കിൽ ഡയമണ്ട് അങ്ങനത്തെയൊക്കെ ഗുഡ്സ്. Ini the expectation, another reason for why people purchase even if the price increases is the expectation of price change. എക്സ്പെക്റ്റേഷൻ നമ്മൾ വിചാരിക്കണം ഇനിയും പ്രൈസ് അതിൻ്റെ കൂടും. ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നാളെ ഇനിയും കൂടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ അത് വാങ്ങി വെക്കുകയാണെങ്കിൽ, എന്തെങ്കിലും പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ തിങ്കിങ് ദാറ്റ് ദ പ്രൈസ് വിൽ ഫർദർ ഇൻക്രീസ്, ദെർഫോർ വി ഗോ ഓൺ പർച്ചേസിങ് ദാറ്റ് കമോഡിറ്റി. ഇപ്പോഴത്തെ എക്സാമ്പിളിൽ നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് അനിയൻ്റെ വില കൂടും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ വാങ്ങി വെക്കും തിങ്കിങ് ദാറ്റ് ഇൻ ഫ്യൂച്ചർ മോർ പ്രൈസസ് വിൽ ഇൻക്രീസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓണക്കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ നേന്ത്രപ്പഴത്തിൻ്റെ വാല്യൂ ആസ് ദ ഓണം സീസൺ റീച്ചസ് ഇറ്റ്സ് ബ്രിം, വില അങ്ങനെ ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മുൻകൂട്ടി വാങ്ങി വെക്കും. അപ്പോൾ അതെന്താണ്, നമ്മൾ സ്റ്റോക്ക് ചെയ്യണതാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ദാറ്റ് ഇൻ ഡ്യൂറിങ് ദ ഡേയ്സ് ഓഫ് ദ ഫെസ്റ്റിവൽ ഇറ്റ് വിൽ ഇൻക്രീസ് ഫർദർ. അത് കാരണം ചിലപ്പോൾ ഒരു 4-5 days മുന്നേ ആണെങ്കിൽ 55 rupees ആയിട്ട് കിട്ടും. ആ സമയത്ത് അല്ലെങ്കിൽ ആ ദിവസം നമുക്ക് 70-80 ആവും. അപ്പോൾ നമ്മൾ മുന്നേ അതിൻ്റെ റോ ബനാന വാങ്ങി വെക്കും, പച്ചക്കായ വാങ്ങി വെച്ചിട്ട് അത് പഴുപ്പിക്കാൻ നോക്കും. മിക്ക വീട്ടിലും അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒരു ഫുൾ കൊല വാങ്ങി അങ്ങനെ വാങ്ങി വെക്കും. അപ്പോൾ അതെന്താണ്, എക്സ്പെക്റ്റേഷൻ ദാറ്റ് ദ പ്രൈസ് വിൽ ഇൻക്രീസ്. ഓക്കെ, സോ സിമിലർലി അറ്റ് ദ ടൈം വെൻ ഫാമിൻസ് ആർ ദെയർ, ഷോർട്ടേജ് വരികയാണ് വിചാരിച്ചോളൂ. ചില ആൾക്കാർ വിചാരിക്കും ബിക്കോസ് അത് ഷോർട്ടേജ് വരും അതുകൊണ്ട് കുറേ വാങ്ങി വെക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ സിറ്റുവേഷൻസിലൊക്കെ നമ്മുടെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് പ്രൈസും ഡിമാൻഡും തമ്മിൽ കാണിക്കില്ല. ഓക്കെ, ഇറ്റ് ഷോസ് എ ഡയറക്റ്റ് റിലേഷൻ. ദെൻ ചില നെസസറി ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സോൾട്ട്, ഷുഗർ, ഇതൊക്കെ നെസസറി ഗുഡ്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ കമോഡിറ്റീസും നമ്മൾ എന്താ വെച്ചാൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് കാണിക്കുക. വാട്ട് എവർ ദ ചേഞ്ച് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി വി വിൽ പർച്ചേസ് മോർ. ഓക്കെ, now for example even medicines, if you take മെഡിസിൻസിൻ്റെ എത്ര പ്രൈസ് ആയാലും നമ്മളത് വാങ്ങാൻ നോക്കും. ഇതേപോലെയാണ് ചേഞ്ച് ഇൻ ഇൻകം. ചില ആൾക്കാരുടെ പ്രൈസ് ഇൻകം കൂടുമ്പോൾ, അവരുടെ കിട്ടുന്ന ഇൻകം കൂടുമ്പോൾ even if there is an increase in the price of the commodity they will try to purchase more of that commodity. ഇൻകം ഇൻക്രീസ് ആയാലും അവർ ആ കമ്മോഡിറ്റി തന്നെ വാങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ബിക്കോസ് ഓഫ് ദ ടേസ്റ്റ് ഓഫ് ദറ്റ് കമ്മോഡിറ്റി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, അപ്പോൾ അവർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം കാരണം ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. സിമിലർലി വിത്ത് അൺസർട്ടൺ പ്രൊഡക്റ്റ് ക്വാളിറ്റി. ഇപ്പോൾ നമുക്ക് ക്വാളിറ്റി അറിയില്ല, പക്ഷെ നമ്മളത് വാങ്ങിക്കൊണ്ടിരിക്കും ബിക്കോസ് ഓഫ് ദ വി ഫേവർ ദാറ്റ് കമ്മോഡിറ്റി. അപ്പോൾ അങ്ങനത്തെ ചില ഐറ്റംസ് ഉണ്ട് വിച്ച് ഷോസ് എ ഡയറക്റ്റ് റിലേഷൻ. അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്താലും നമ്മളൊന്ന് വാങ്ങി നോക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളത് വാങ്ങും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഗുഡ്സ് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഗിഫൻസ് ഗുഡ്, വെബ്ലൻ ഗുഡ്, പിന്നെ ബിക്കോസ് ഓഫ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് എക്സ്പെക്റ്റേഷൻസ് വി പർച്ചേസ് സർട്ടൻ ഗുഡ്സ്. ദെൻ വിത്ത് റിഗാർഡ് ടു ദ shortage, then in case of necessary goods, and also because some other people because of necessary goods പിന്നെ medicines which are required, which are very urgent ones, അങ്ങനത്തെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ. അതേപോലെ ഇൻകം കൂടിയാലും ചില ആൾക്കാർ പിന്നെ നോട്ട് നോയിങ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്, ഇങ്ങനത്തെ കുറേ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് പ്രൈസും ഡിമാൻഡും തമ്മിൽ കാണുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഡിമാൻഡും പ്രൈസ് റിലേഷൻഷിപ്പിൽ. അതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്റ്റേണാലിറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിമാൻഡ് റിലേഷൻ എന്ത് പഠിച്ചു ദാറ്റ് ഈസ് ഒരാളുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിമാൻഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു പ്രൈസും ഡിമാൻഡും റിലേഷൻഷിപ്പ് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ മാർക്കറ്റ് ഡിമാൻഡ് ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും. ഓക്കെ, സോ വി ആർ കൺസിഡറിങ് ഇൻഡിപെൻഡൻറ്റ് ഡിമാൻഡ് കർവ്സ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എയുടെ ഡിമാൻഡ് കർവ് എടുക്കും, ഇൻഡിവിജ്വൽ
ഇൻഡിവിജ്വൽ ബീൻ്റെ ഡിമാൻഡ് കർവ് എടുക്കും. ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം ഒരാൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടോം അല്ലെങ്കിൽ ഹാരി ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അയാളുടെ ഡിമാൻഡ് അയാളുടെ ടേസ്റ്റും അയാളുടെ പ്രൈസ് ഓഫ് അതർ ഗുഡ്സ് ഹിസ് ഓൺ റീസൺസ് കൊണ്ടാണ് അയാളുടെ ഡിമാൻഡ് തീരുമാനിക്കുന്നത്. Suppose any person, like for example, Harry has his demand dependent on Dick's demand, then it is called what? Interrelated demand curve. അങ്ങനത്തെ ഒരു ഡിമാൻഡ് ആണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. So it is only possible when there is independent demand curve. So suppose a person's demand depends on the demand of another person, there will be network externalities. Network externalities will come, അതായത് ശരിക്കുള്ള ഡിമാൻഡ് കർവ് അല്ല കാണിക്കുക. ഓക്കെ, there will be a change in the demand curve. So a person's demand will be affected by another person's demand curve. So this is called as network externalities. ഇത് പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാം. സപ്പോസ് അയാൾ വാങ്ങിയ കാരണം നമ്മൾ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ അത് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. സപ്പോസ് അയാൾ വാങ്ങിയ കാരണം നമ്മൾ കുറവ് വാങ്ങുകയാണെങ്കിൽ ഒരു സാധനം, അത് കാരണം അത് കുറയുകയാണെങ്കിൽ, അതിൻ്റെ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ അത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ആണ്. അപ്പോൾ ഈ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി, ദാറ്റ് ഈസ് അയാൾ കൂടുതൽ വാങ്ങി എന്ന് വിചാരിച്ചോളൂ, അയാൾ കൂടുതൽ വാങ്ങിയ കാരണം നമ്മൾ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ്. ആൻഡ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്, ദാറ്റ് ഈസ് ബിക്കോസ് ദാറ്റ് അതർ പേഴ്സൺ പർച്ചേസസ്, സോ our purchase decreases, അത് നെഗറ്റീവ് ആണ്. therefore that type of externality is called as snob effect. ഓക്കെ, അപ്പോൾ രണ്ട് ഇഫക്റ്റ് ഉണ്ട്, ബാൻഡ് വാഗൺ ഇഫക്റ്റും സ്നോബ് ഇഫക്റ്റും. അപ്പം ഒരാളുടെ ഡിമാൻഡ് മറ്റുള്ള ആളിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് അത് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് എന്ന് നമ്മൾ പറയാം. വെൻ ആൻ ഇൻഡിവിജ്വൽസ് ഡിമാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ പർച്ചേസസ് ഓഫ് അതർ ഇൻഡിവിജ്വൽസ്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ ലൈക്ക് അമിത് ഹാസ് ഹിസ് ഓൺ ടേസ്റ്റ്, ഹിസ് ഇൻകം ആൻഡ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, പെപ്സി ഒരാളുടെ ഡിമാൻഡ് ആണെങ്കിൽ, ഇത്ര ഡിമാൻഡ് ഉണ്ടെങ്കിൽ അയാളുടെ സ്വന്തമായിട്ട് ഉള്ള ആ പെപ്സിയുടെ പ്രൈസോ അല്ലെങ്കിൽ അയാളുടെ ഇൻകമോ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലാതെ വേറൊരാളുടെ ഡിമാൻഡിനെ വെച്ചിട്ടല്ല അയാളുടെ ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്യണം. സോ അത് കാരണം അങ്ങനെയാണെങ്കിൽ, സപ്പോസ് if the demand depends on the other person's demand, then it is called as interdependent. പക്ഷെ നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുമ്പോൾ we consider what, when we ഹൊറിസോണ്ടലി സമ്മേഷൻ ചെയ്യുമ്പോൾ, ലാസ്റ്റ് ക്ലാസ്സിൽ അത് കണ്ടു, ഹൊറിസോണ്ടലി സമ്മേഷൻ ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരുടെയും ഡിമാൻഡ് ഡിഫറെൻ്റ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്. നമ്മൾ സപ്പോസ് ഒരു CD കട തുടങ്ങുകയാണെങ്കിൽ, CD പ്ലെയർ ഉള്ള ഒരാളുടെ കയ്യിലെ CD പ്ലെയർ ഉള്ളൂ വിചാരിച്ചോളൂ. അവിടെ നമ്മൾ CD ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വലിയൊരു കൺസംഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു സെയിൽസ് ഉണ്ടാവില്ല. സോ ഇറ്റ് ഈസ് എ റോങ് ഡിസിഷൻ. So it is only possible to sell CDs at a place where there are large number of people who have demand for it. അപ്പോൾ ഒരാൾ മാത്രം CD പ്ലെയർ വെച്ചുകൊണ്ട് നമ്മൾ അവിടെ കട തുടങ്ങുകയാണെങ്കിൽ അത് നമുക്ക് വലിയ ഗുണം ഉണ്ടാവില്ല. So if there are large number of CD players, people who have CD players, it is having a പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്. ഇതേപോലെയാണ് നമ്മൾ ഇതിന് പോവില്ലേ, സ്കീയിങ്ങിനൊക്കെ പോകുമ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ, റഷ് ഉണ്ടെങ്കിൽ ആ വാല്യൂ, നമുക്ക് അതിൻ്റെ വാല്യൂ കുറവാണ്. അതേപോലെ കൺജഷൻ ആകുമ്പോൾ, അതായത് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ, ഒരു പ്ലേസിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു കമ്മോഡിറ്റീൻ്റെ വില കുറയും. ഫോർ എക്സാമ്പിൾ, സ്കീയിങ്ങിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ആ ടിക്കറ്റിൻ്റെ വാല്യൂ, ഇപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്കാണെങ്കിൽ അവിടെ കൂടുതൽ റഷ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ കുറയും. ഓക്കെ,
the value of the lift ticket at a ski resort is lower the more the people who bought the tickets. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ വാല്യൂ അതിൻ്റെ കുറവാണ്. അതേപോലെ നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കോ അല്ലെങ്കിൽ ബീച്ചിൽ നല്ല തിരക്കുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ കുറവാകും, നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതെന്താണ് കാണിക്കുന്നത്? അത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. ദാറ്റ് ഇസ് മോർ ദ പീപ്പിൾ ലെസർ ദ ഡിമാൻഡ് ഫോർ ദാറ്റ് കമോഡിറ്റി. അപ്പോൾ ബീച്ച് നമ്മൾ നല്ല തിരക്കാണെങ്കിൽ ചിലപ്പോൾ ബീച്ചിൽ പോകാമെന്ന് പ്രോഗ്രാം ഇട്ടുണ്ടെങ്കിൽ അവിടെ നല്ല തിരക്കാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേണ്ട വെക്കും. സോ വാട്ട് ഡസ് ഇറ്റ് ഷോ? The greater the number of people demanding that product, the lesser will be the demand. So that depends. Our demand depends on the demand of others. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ നമ്മളുടെ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി പറയും. അപ്പോൾ ഇതിന് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീൻ്റെ ഒരു എക്സാമ്പിളാണ് സ്നോബ് ഇഫക്റ്റ്. ഓക്കെ, സ്നോബ് ഇഫക്റ്റും നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതിൽ സ്നോബ് ഇഫക്റ്റിൽ പറയണത് എന്താ വെച്ചാൽ the desire to possess a unique commodity having a prestige value. ഒരു സാധനത്തിന് നല്ല പ്രസ്റ്റീജ് വാല്യൂ ഉള്ള ഒരു കമ്മോഡിറ്റി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സ്നോബ് ഇഫക്റ്റ് കാരണം, അതായത് കുറേ ആൾക്കാർ കൂടുതൽ അത് വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു യൂണീക്ക്നെസ് കുറയും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഫോർ എക്സാമ്പിൾ റെയർ പീസ് ഓഫ് ആർട്ട് അല്ലെങ്കിൽ സ്പോർട്സ് കാർ, ലക്ഷറി കാർസ്, ഇങ്ങനത്തെ കാർ എടുക്കുമ്പോൾ കുറേ ആൾക്കാരുടെ കയ്യിലുണ്ടാകുമ്പോഴേക്കും അതിൻ്റെ നമ്മളുടെ ഡിമാൻഡ് കുറയും. നേരെ മറിച്ച് കുറച്ച് ആൾക്കാരുടെ അടുത്തേ ഉണ്ടാവുള്ളൂ വെച്ചാൽ ഡിമാൻഡ് കൂടും. ഓക്കെ, സോ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ കാരണം നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങാൻ കുറയ്ക്കും. നേരെ മറിച്ച് ചില ആൾക്കാരുടെ അടുത്തല്ലോ, അപ്പോൾ നമുക്ക് തോന്നും അവരെ നമ്മളൊരു യൂണീക്കായിട്ട് ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് അതിൻ്റെ ഡിമാൻഡ് കൂടും. പക്ഷെ എല്ലാവരുടെയും കയ്യിൽ ആ സാധനം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കാറ്, റോയൽസ് വാച്ചസ് എടുക്കുകയാണെങ്കിൽ, അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ കൺസംഷൻ കുറയും. ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണിക്കാം. ഒരു കൺസ്യൂമർ ആദ്യം D1 കർവിലാണ് വിചാരിച്ചോളൂ. ആ സമയത്ത് പ്രൈസ് എത്രയാണ്? 35 ആണ്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ദ കൺസ്യൂമർ ഇസ് 10. ഓക്കെ, സോ വി തിങ്ക് ദാറ്റ് ദ കൺസ്യൂമർ, സപ്പോസ് ദർ ഇസ് എ ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി, 15 ആയിട്ട് കുറയുകയാണെങ്കിൽ അതേ ഡിമാൻഡ് കർവിൽ നോർമൽ ഗുഡ് ആണെങ്കിൽ നമ്മളുടെ എത്രയാവും ഡിമാൻഡ് വരിക? 15 ആയിട്ട് കുറയുമ്പോൾ നമ്മളുടെ നോർമൽ ഗുഡ് ആണെങ്കിൽ നമ്മളുടെ ഡിമാൻഡ് 50,000 ഗുഡ്സ് ആവും. ഓക്കെ, സോ 15 പ്രൈസ് 35 15 കുറയുകയാണെങ്കിൽ നമ്മുടെ ഡിമാൻഡ് എന്തായിട്ട് മാറും? 50 ആവും. അപ്പോൾ ഇത് സാധാരണ ഡിമാൻഡ് കർവ് ആണ് കാണിക്കുന്നത്. പക്ഷേ സപ്പോസ് യു ആർ ടേക്കിംഗ് റെയർ ഐറ്റം, റെയർ സാധനമാണ് വിചാരിച്ചോളൂ, റെയർ ക്രാഫ്റ്റാണ്, നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ 35 ആണെങ്കിലും ഈ ഒരു പൊസിഷനിൽ പൊസിഷനിലാണ് നമ്മൾ നിൽക്കണം. എന്നാൽ ആ റെയർ ക്രാഫ്റ്റിൻ്റെ സാധനം നമ്മൾ 15 ആയിട്ട് കുറയുകയാണെങ്കിലും ഈ പേഴ്സൺ എന്താ വിചാരിക്കുക? 15 ആയി കുറയുമ്പോൾ കൂടുതൽ ആൾക്കാർ അത് വാങ്ങും. കൂടുതൽ ആൾക്കാർ അത് വാങ്ങുകയാണെങ്കിൽ ഇയാളുടെ ഡിമാൻഡ് എന്തായിട്ട് കുറയും? ഇയാളുടെ ഡിമാൻഡ് 50 അല്ല ആവുക, 30 ആവും. ഓക്കെ, ബിക്കോസ് എവ്രി വൺ ഹാസ് ദ ഡിമാൻഡ് കർവ്. ഇതേപോലെ നമ്മൾ എടുക്കുകയാണ്, D2 ആയിട്ട് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അയാളുടെ ഡിമാൻഡ് കർവ് എന്താവും? സപ്പോസ് ഇറ്റ്സ് 35നേക്കാട്ടിലും കുറച്ച് കുറഞ്ഞു, B പൊസിഷൻ എടുക്കുകയാണ്. ബീൻ്റെ അഗേൻസ്റ്റ് നമ്മൾ പ്രൈസ് വരയ്ക്കുകയാണെന്ന് വെച്ചാൽ ആ പ്രൈസിൽ ഈ പെർട്ടിക്കുലർ പേഴ്സൺ എത്രയാണ് വാങ്ങുക? അയാൾ 20 വാങ്ങുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മൾ 15 എടുക്കുകയാണെങ്കിൽ അയാളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയും 30. അപ്പോൾ ഈ ഓരോ ഡിമാൻഡ് കർവിലും നമ്മൾ ശരിക്കുള്ള ഡിമാൻഡ് അല്ല നമ്മൾ നോക്കുക. ബിക്കോസ് ഈ D1 ആണ് ഒരു കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്നത്. ബട്ട് ബിക്കോസ് ഓഫ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ബിക്കോസ് വേറെ ആൾക്കാരുടെ ഇതിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ അറിയാം ഡിമാൻഡ് ഇസ് ഇൻറ്റർ ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു കർവ് ആണെങ്കിൽ നമ്മുടെ D1 മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു കർവിൽ നിങ്ങൾ ഷിഫ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഷിഫ്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ബിക്കോസ് ഓഫ് ദ ഫാക്ടേഴ്സ് അതർ ദാൻ price of the commodity. The demand changes because of factors other than demand of the price of the commodity. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമ്മുടെ ഡിമാൻഡ് കർവ് D2 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കൺസ്യൂമറിൻ്റെ ഹൂ ഇസ് ഓണിങ് എ റെയർ കമ്മോഡിറ്റി വിൽ ഷിഫ്റ്റ് ടു B. നെക്സ്റ്റ് സപ്പോസ് യു ആർ ടേക്കിംഗ് D3, then his quantity demanded will be C. സോ അങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അയാളുടെ ഡിമാൻഡ് കർവ് DM ആവും. ഓക്കെ, സോ അയാൾ ഈ 15 ആണ്
പ്രൈസ് കുറയുകയാണെങ്കിൽ അയാൾ എത്രേ ഡിമാൻഡ് ചെയ്യുള്ളൂ, സി എ ഡിമാൻഡ് ചെയ്യുള്ളൂ, വിച്ച് ഷോസ് 30 യൂണിറ്റ്സ്. അപ്പോൾ ശരിക്കും നമ്മളുടെ ഡിമാൻഡ് എത്ര ആവേണ്ടിയിരുന്ന 50 ആയിരുന്നു. പ്രൈസ് ഇഫക്റ്റ് നോക്കുമ്പോൾ ടോട്ടൽ ഡിമാൻഡ് 50 ആണ് വേണ്ടത്, 35 50 ആ ഡിമാൻഡ് കർവിൽ എടുക്കുമ്പോൾ. പക്ഷേ സിൻസ് ഹീസ് പൊസസിങ് എ റെയർ കമ്മോഡിറ്റി, ഒരു റെയർ കമ്മോഡിറ്റിയാണ്, അപ്പോൾ അയാൾ നോക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ആ സാധനം ഉണ്ട്. അതുകൊണ്ട് അയാളുടെ ഡിമാൻഡ് എന്താവും, കുറയും. അയാൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യില്ല. ഈവൺ ഇഫ് ദ പ്രൈസ് ഡിക്രീസസ്, പ്രൈസ് ഡിക്രീസ് ചെയ്താലും അയാളുടെ ഡിമാൻഡ് കുറയുള്ളൂ. അയാൾ എന്ത് ചെയ്യും, അയാൾ 50 ഡിമാൻഡ് ചെയ്യില്ല, അയാൾ ജസ്റ്റ് 30 ഡിമാൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ശരിക്കുള്ളത് 50 ആയിരുന്നു, നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് 30 ആണ്. അപ്പോൾ ഒരു കുറവുണ്ടായി 50 to 30. അത് എത്രയാണ്, 20 ആണ്. അപ്പോൾ ആ 20 ആണ് എന്ത്, സ്നോബ് ഇഫക്റ്റ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ബാധിച്ചു. ബിക്കോസ് എല്ലാവരും അത് വാങ്ങണം. അപ്പോൾ ആദ്യം നമ്മളുടെ ഡിമാൻഡ് കർവ് ശരിക്കും പറയുകയാണെങ്കിൽ 35 to 15 പ്രൈസ് കുറയുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, 50 യൂണിറ്റ്സ് ആണ് നമ്മൾ ശരിക്കുള്ള പ്രൈസ് ഇഫക്റ്റിൽ ഉണ്ടാവുക. ആദ്യം എ പോയിന്റിൽ 10 ആയിരുന്നു, 10 നമ്മൾ 50ലേക്ക് ആയി, ബിക്കോസ് പ്രൈസ് ഡിക്രീസ് ചെയ്തു. പക്ഷെ അത് ശരിക്കുള്ള ഗുഡ് ആണെങ്കിൽ, നോർമൽ ഗുഡ് ആണെങ്കിൽ. പക്ഷെ ഇത് നോർമൽ ഗുഡ് അല്ല, റെയർ ക്രാഫ്റ്റ് ആയ കാരണം എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ പ്രൈസ് കുറഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് മനസ്സിലായി എല്ലാവരും അത് വാങ്ങും. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ഡിമാൻഡ് എന്താവും, കുറയും. ഫോർ എക്സാമ്പിൾ ബീച്ച് പോവുകയാണെങ്കിൽ സാധാരണ ഗുഡ് ആണെങ്കിൽ ഇറ്റ് വോണ്ട് ബി, വി വുഡ് ഡിമാൻഡ് 50. പക്ഷെ നമ്മൾ അത് വേണ്ട വെച്ചിട്ട് നമ്മുടെ ഡിമാൻഡ് ഇപ്പോൾ 30 ആയി. അപ്പോൾ 30 to 50 ഇസ് കോൾഡ് ആസ് 20 ആണ്. അത് സ്നോബ് ഇഫക്റ്റും. നെറ്റ് ഇഫക്റ്റ് എന്തായി, 10 to 30 ആയിട്ട് മാറി. വില കുറഞ്ഞു കഴിഞ്ഞാൽ the price and the net effect is 10 to 30, whereas snob effect, which caused the reduction in the demand, is 30 to 50. അപ്പോൾ അതാണ് സ്നോബ് ഇഫക്റ്റ്. ടോട്ടൽ പ്രൈസ് ഇഫക്റ്റ് പറയുമ്പോൾ 10 to 50. അവിടെ അപ്പോൾ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ട്. അപ്പോൾ സാധാരണ ഉള്ള ആള് ഡിമാൻഡ്, ഇപ്പോൾ ഒരു റെയർ ക്രാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ അവിടെ ഡിമാൻഡ് എങ്ങനെയാവും, ഡിമാൻഡ് ആദ്യം ഹൈ ആവും. പക്ഷെ പിന്നീട് എന്താവും, അത് എല്ലാവരും വാങ്ങിയെന്ന്, അതിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ കുറവാണ് ഡിമാൻഡ് ചെയ്യുക. അതാണ് 50 to 30 എന്ന് പറയുന്നത്. ഇതിനെയാണ് പറയുന്നത് സ്നോബ് ഇഫക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി. സോ ദിസ് ഇസ് ദ എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ് കർവ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി അടുത്തതാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ്. ഇതേപോലെ പോസിറ്റീവ് ഇഫക്റ്റ് ഉള്ള ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉള്ളതാണ് നമ്മൾ സ്നോബ് ഇഫക്റ്റ്. പോസിറ്റീവ് ഇഫക്റ്റ് ഉള്ളതാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ്. ദാറ്റ് ഇസ്, suppose a person has a demand curve and he sees that all others purchase it, therefore his also demand increases. Best example നമ്മൾ പറയുകയാണെങ്കിൽ ടെലിഫോൺ. ഒരാളുടെ കയ്യിൽ മാത്രം ടെലിഫോൺ ഇരുന്നിട്ട് കാര്യമില്ല, മറ്റുള്ളവരുടെ കയ്യിലും ടെലിഫോൺ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡിമാൻഡ് കൂടും. ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഡിമാൻഡ് എന്തായി, കൂടി. Similarly, suppose we are taking any social media, for example Facebook. ഒരാൾ മാത്രം അതിൽ ചേർന്നിട്ട് കാര്യമില്ല, എല്ലാവരും അതിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടും. ഇൻസ്റ്റാഗ്രാം, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ദാറ്റ്. സിമിലർലി സപ്പോസ് വി ടേക്ക്, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡാണ്. മൈക്രോസോഫ്റ്റ് വേർഡ് എല്ലാവരും യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കൂടും. സോ 1% മാത്രം അത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അതിനെയാണ് നമ്മൾ പറയുന്നത് ബാൻഡ് വാഗൺ ഇഫക്റ്റ്. സോ എ പേഴ്സൺസ് ഡിമാൻഡ് ഫോർ എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ ലീഡ്സ് ടു എൻ ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ അതർ പീപ്പിൾ ഓൾസോ. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, ബാൻഡ് വാഗൺ ഇഫക്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്. For example, ഇതിൽ എഴുതിയിരിക്കുന്നത്, it may be noted that this bandwagon effect is an important objective of marketing and advertising strategies. അഡ്വർടൈസിങ്ങിലും മാർക്കറ്റിങ്ങിലും ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. വേറൊരു എക്സാമ്പിൾ ഇതിൽ കാണുന്നത് ക്ലോത്തിങ് ആണ്. പിന്നെ ചിൽഡ്രൻസ് ടോയ്സ്. അഡ്വർടൈസിങ്ങും മാർക്കറ്റിംഗ് കാരണം ഈ ചിൽഡ്രൻസ് ടോയ്സിന് ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആളും വാങ്ങാൻ നോക്കും. അങ്ങനെ അഡ്വർടൈസിങ്ങും മറ്റുള്ളവർ ടു ബി ഇൻ സ്റ്റൈൽ, മറ്റുള്ളവരുടെ സ്റ്റൈൽ, ഫോർ എക്സാമ്പിൾ ജീൻസ് പാൻറ് ഒരാൾ വാങ്ങിച്ചാൽ എല്ലാവരും വാങ്ങാൻ നോക്കും. അങ്ങനെ ടു ബി ഇൻ സ്റ്റൈൽ അതിനു വേണ്ടി വാങ്ങും. അപ്പോൾ ബാൻഡ് വാഗൺ ഇഫക്റ്റ് അങ്ങനെ അവിടെ പ്രവർത്തിക്കും. ഒരാൾ വാങ്ങുമ്പോൾ അടുത്ത ആളും അത് വാങ്ങാൻ നോക്കും. Okay, so that is called as bandwagon effect. ഇത് നമുക്ക് ഒരു എക്സാമ്പിളിൽ കാണാൻ പറ്റും. സോ ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ, സപ്പോസ് ഒരു ഡൽഹിയിലെ സ്ഥലത്ത് നമ്മൾ വിചാരിക്കുകയാണ് ഒരു പെർട്ടിക്കുലർ സാധനം എല്ലാവരും വാങ്ങുകയാണ് വിചാരിച്ചോളൂ. ഒരു സാധനം കുറച്ച് ആൾക്കാരെ വാങ്ങിയിട്ടുള്ളൂ. സോ അറ്റ് ദ പ്രൈസ് ഓഫ്
first price D10 എടുക്കുകയാണെങ്കിൽ only 10,000 people have purchased a particular quantity. Okay, now suppose the price of that commodity falls to 100 ആണെങ്കിൽ കൂടുതൽ ആൾക്കാർ അത് വാങ്ങും. അപ്പോൾ ഈ particular D20 ആയിട്ട് മാറും. So 20,000 people purchase that commodity. Seeing that 20,000 have purchased, more 30,000 will purchase, so it will increase to 30,000 and next is 40,000. അങ്ങനെ നമുക്ക് 4 ഡിമാൻഡ് കർവ് വരും. ഡിമാൻഡ് എന്താണ് കൂടി കൂടി വരും 20, 25, 30, 40. അപ്പോൾ ഈ പ്രൈസ് ആദ്യത്തെ പ്രൈസ് ഇഫക്റ്റ് പറയുമ്പോൾ 100 to 50 നമ്മൾ ആദ്യത്തെ ഡിമാൻഡ് കർവ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 20 എടുക്കുകയാണെങ്കിൽ ആദ്യം അത് 100 ആയിരുന്നു. ഓക്കെ, 100 ആണ് പ്രൈസ് വിചാരിച്ചോളൂ. ആ പ്രൈസ് കുറഞ്ഞു 50 കുറയുമ്പോൾ എത്രയാണ് ശരിക്കും ഡിമാൻഡ് ചെയ്യുക? 25 ആണ്. അപ്പോൾ 100 ഡിമാൻഡ് ചെയ്യുമ്പോൾ 20 ആയിരുന്നു ഡിമാൻഡ്. Suppose the price decreases. Now if you are taking demand curve D20, the price will decrease to 50. അപ്പോൾ എത്ര ആൾക്കാരെ ഡിമാൻഡ് ചെയ്യുക? 25. അപ്പോൾ ഇത് 20 to 25 is the real price effect. അതാണ് ശരിക്കും ഒരു പെർട്ടിക്കുലർ ഡിമാൻഡ് കർവ് എടുക്കുകയാണ്. D20 മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രൈസ് എങ്ങനെയാണ് കുറഞ്ഞത്? 100 to 50 ആണ് കുറഞ്ഞത്. അപ്പോൾ ഡിമാൻഡ് എങ്ങനെയാണ് നമ്മുടെ കൂടിയത്? 20 to 25. ഇത് സാധാരണ ഡിമാൻഡ് കർവ് എടുക്കുകയാണെങ്കിൽ. പക്ഷേ ഇത് നമ്മൾ പറയുന്ന ചില ഗുഡ്സ് വിച്ച് ഷോ ഓസ്റ്റൻറ്റേഷൻ, അതായത് ഒരാൾ വാങ്ങിച്ചിട്ട് മറ്റുള്ളവരും അത് ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ എന്താവും? ഡിമാൻഡ് കർവ് എന്താവും? ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ വൺ പേഴ്സൺസ് ഡിമാൻഡ് കർവ് മാത്രമല്ല നോക്കുക, എല്ലാവരുടെയും ഡിമാൻഡ് കർവ്. സോ വാട്ട് ഹാപ്പൻസ്? ദ ഡിമാൻഡ് കർവ് വിൽ ഷിഫ്റ്റ്. സോ ബിക്കോസ് ഓഫ് this, what will happen when there is a decrease in the price? ശരിക്കും ആ ക്വാണ്ടിറ്റി 100 50 ആകുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി 20 to 25 ആണ് മാറേണ്ടത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വേറൊരു കമ്മോഡിറ്റി, ഓസ്റ്റൻറ്റേഷൻ കമ്മോഡിറ്റി ആയ കാരണം 100 50 മാറുമ്പോൾ ആ ആളുടെ ഡിമാൻഡ് എത്രയായിട്ട് കൂടും? 40 ആയിട്ട് കൂടും. അപ്പോൾ ശരിക്കും 25 ഉള്ളിടത്ത് ഇപ്പോൾ 40 ആണ്. അപ്പോൾ ഈ 25 to 40 എന്താണ്? പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. അതായത് കുറച്ച് ആൾക്കാർ വാങ്ങിയ കാരണം കൂടുതൽ വാങ്ങണ ഒരു ട്രെൻഡാണ്, ഡിമാൻഡ് ചെയ്യണ ട്രെൻഡാണ്. ഇതിനെയാണ് നമ്മൾ ബാൻഡ് വാഗൺ ഇഫക്റ്റ് പറയുന്നത്. അപ്പോൾ പ്യുവർ പ്രൈസ് ഇഫക്റ്റ് ഇതിൽ കാണുന്നത് 20 to 25 ആണ്. നേർമറിച്ച് എല്ലാവരും വാങ്ങണ കാരണം നമ്മളും കൂടുതൽ, ഫോർ എക്സാമ്പിൾ ടെലിഫോൺസ് എടുക്കുകയാണ്, അതേപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതായത് കുറച്ച് ആൾക്കാർ വാങ്ങുമ്പോഴേക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ട് ബാക്കി കുറേ പേര് അത് വാങ്ങുകയാണെങ്കിൽ അത് കൂടുതൽ ഡിമാൻഡ് ഇഫക്റ്റ് കൊണ്ടുവരും. അങ്ങനെ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി, അതായത് ഒരു ആളുടെ ഡിമാൻഡ് കാരണം മറ്റുള്ളവരുടെയും ഡിമാൻഡ് അത് നാച്ചുറലി അവർ അതിലേക്ക് ഇൻവോൾവ് ആവും. അതിനെയാണ് നമ്മൾ പറയണത്. So this increase, that is 25 to 40, is extra because of other people's demand. It is called as bandwagon effect. So snob effect പറഞ്ഞാൽ അവിടെ കുറയാണ് ചെയ്യേണ്ടത്. ഡിമാൻഡ് കർവ് എന്താണ്? ഇൻഎലാസ്റ്റിക് ആണ്. ഇൻഎലാസ്റ്റിക് പറഞ്ഞാൽ സ്ലോപ്പ് കൂടുതലാണ്. ഈ ബാൻഡ് വാഗൺ ഇഫക്റ്റിൽ ഡിമാൻഡ് കുറഞ്ഞ കാരണം പ്രൈസ് കുറഞ്ഞാലും ഡിമാൻഡ് എന്താണ്? കൂടുതലാവുകയാണ്. പിന്നെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ അതർ പീപ്പിൾസ് ഡിമാൻഡ്. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി. ഇറ്റ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് കർവ് and therefore it is called as bandwagon effect. ഇത് എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ബി ഇൻ സ്റ്റൈൽ കൂടുതൽ പർച്ചേസ് ചെയ്യാണ്. അതിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഡയഗ്രാം വിച്ച് ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻ. വായിച്ച് നോക്കൂ. So any good is demanded because more of the commodity is purchased by other people. അങ്ങനത്തെ ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീനെയാണ് നമ്മൾ പറയുന്നത് ബാൻഡ് വാഗൺ ഇഫക്റ്റ്.